സൗദിയിൽ 6 മാസത്തിനിടെ വിദേശികൾ നടത്തിയിരുന്ന 30% ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി. ബിനാമി സ്ഥാപനങ്ങളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള പ്രത്യേക പരിശോധനയിലൂടെയാണ് നിയമലംഘകരെ കണ്ടെത്തുന്നത്. സ്വദേശീവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ നടപടി. തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിൽ നടത്തപ്പെടുന്ന തസ്തൂർ പദ്ധതി പ്രകാരമാണ് പ്രത്യേക പരിശോധന. ചില്ലറ വിൽപ്പന മേഖലയിൽ സ്വദേശീവൽക്കരണം നിർബന്ധമാക്കിയ സ്ഥാപനങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത്. അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങൾക്ക് പകരമായി സ്വന്തമായി നിക്ഷേപമിറക്കാൻ സ്വദേശികൾക്ക് അവസരം നൽകും. ബിനാമി സ്ഥാപനങ്ങളെ കണ്ടെത്തിയാൽ 2 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും രണ്ടും കൂടിയോ ലഭിക്കും. സ്വദേശികൾക്ക് അതേ ബിസിനസ് നടത്താൻ 5 വർഷത്തേക്ക് വിലക്കുമുണ്ടാകും. കോടതി വിധി പത്രങ്ങളിൽ പരസ്യപ്പെടുത്തുകയും ചെയ്യും. വിദേശിയെ തിരിച്ചു വരാതിരിക്കാൻ കരിമ്പട്ടികയിൽപ്പെടുത്തിയാണ് നാടുകടത്തുക. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. കുവൈത്തിൽ ശനിയാഴ്ച നടന്ന പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഇസ്ലാമിസ്റ്റ് സഖ്യത്തിന് പരാജയം. വാശിയേറിയ മത്സരത്തിനൊടുവിൽ 2ാം മണ്ഡലത്തിൽ നിന്ന് ബദർ അൽ മുല്ലയും 3ാം മണ്ഡലത്തിൽ നിന്ന് അബ്ദുള്ള അൽ കന്ദരിയും വിജയികളായി. പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കളായിരുന്ന ജമാൻ അൽ ഹർബാഷിന്റെയും ഡോക്ടർ വലീദ് തബ്തബായിയുടെയും ഒഴിവിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ഇരുവരും തുടർച്ചയായി സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിന്നതുമൂലം അയോഗ്യരാക്കപ്പെട്ടതിനാലാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തരായ 2 നേതാക്കളുടെ ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമിക് കോൺസ്റ്റിറ്റ്യൂഷണൽ മൂവ്മെന്റും സലഫിസ്റ്റുകളും സഖ്യം ചേർന്ന് മത്സരിച്ചിട്ടും വിജയം കണ്ടെത്താനായില്ല. 42% പോളിംഗ്. ഉപതെരഞ്ഞെടുപ്പ് വിജയികളെ അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ ജാബിർ സബാഹ്, പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ മുബാറക് സബാഹ് എന്നിവർ അഭിനന്ദിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായ ജനങ്ങളെയും ഏകോപനം നടത്തിയ വകുപ്പുകളെയും ഉദ്യോഗസ്ഥരെയും അമീർ പ്രത്യേകം അഭിനന്ദിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ന്യൂസിലാൻഡ് ഭീകരാക്രമണത്തിൽ മരിച്ചവർക്ക് വേണ്ടി കുവൈത്തിലെ പള്ളികളിൽ ജനാസ നമസ്കാരം സംഘടിപ്പിച്ചു. ഔക്കാഫ് ഇസ്ലാമികകാര്യ മന്ത്രാലയം ഇമാമുമാർക്കും ഖത്തീബുമാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരുന്നു. വെള്ളിയാഴ്ച ജുമുഅ പ്രഭാഷണത്തിൽ രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്താനും ഔക്കാഫ് മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുവൈത്തിൽ അനധികൃത താമസക്കാരെയും ഇഖാമ നിയമലംഘകരെയും പിടികൂടാൻ സമഗ്ര പദ്ധതി തയ്യാറാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം. വിവിധ മന്ത്രാലയങ്ങളുടെയും സർക്കാർ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് രാജ്യവ്യാപകമായി പരിശോധനാ ക്യാമ്പയിൻ നടത്താൻ പദ്ധതി. ഇഖാമ നിയമലംഘകർക്ക് പൊതുമാപ്പുണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അനധികൃത താമസക്കാരെ പിടികൂടാൻ വരും ദിവസങ്ങളിൽ രാജ്യമെങ്ങും ശക്തമായ പോലീസ് പരിശോധന ഉണ്ടാകുമെന്ന സൂചനയാണ് അധികൃതർ നൽകിയത്. നിയമലംഘകർക്ക് ഇനി ഇളവ് നൽകേണ്ടതില്ലെന്നും അരിച്ചുപെറുക്കിയുള്ള പരിശോധനയിലൂടെ താമസ നിയമലംഘകരെ പിടികൂടി നാടുകടത്തുകയാണ് വേണ്ടതെന്നുമാണ് ഉന്നതതല നിരീക്ഷണം. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം ജനുവരിയിൽ കുവൈത്ത് പൊതുമാപ്പ് നടപ്പാക്കിയിരുന്നു. താമസ നിയമലംഘകരുടെ എണ്ണം 1.5 ലക്ഷം കവിഞ്ഞതിനെ തുടർന്നായിരുന്നു ഇത്. അനധികൃത താമസക്കാർക്ക് പിഴയോ ശിക്ഷയോ കൂടാതെ രാജ്യം വിടാനും പിഴയടച്ച് രേഖകൾ ശരിയാക്കാനും 85 ദിവസത്തെ ഇളവ് നൽകിയിട്ടും 57,000 പേർ മാത്രമാണ് ഇളവ് പ്രയോജനപ്പെടുത്തിയത്. 1 ലക്ഷത്തിന് മേൽ വിദേശികൾ അനധികൃത താമസക്കാരായി രാജ്യത്ത് ഇനിയും തുടരുന്നുണ്ടെന്നാണ് കണക്കുകൾ. ഈ സാഹചര്യത്തിലാണ് രാജ്യവ്യാപകമായ തെരച്ചിൽ ക്യാമ്പയിൻ നടത്താൻ വീണ്ടും അധികൃതർ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. അനധികൃത കുടിയേറ്റക്കാരെ ജോലിക്ക് നിയമിക്കുന്നവർക്കെതിരെ കർശന നടപടികളുണ്ടാകുമെന്ന് ദുബായ് എമിഗ്രേഷൻ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. നിയമവിരുദ്ധമായി തങ്ങുന്നവർക്ക് സംരക്ഷണം നൽകുന്നവർക്ക് 1 ലക്ഷം ദിർഹം പിഴ ചുമത്തുമെന്നും അധികൃതർ താക്കീത് നൽകി. അനധികൃത താമസക്കാർക്ക് സംരക്ഷണം നൽകുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് ദുബായ് എമിഗ്രേഷൻ വകുപ്പിന്റെ മുന്നറിയിപ്പ്. താമസം നിയമവിധേയമാക്കാനോ അതല്ലെങ്കിൽ ഫൈനടക്കാതെ രാജ്യം വിടാനോ അനുമതി നൽകി പോയ വർഷമാണ് UAE പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. 5 മാസത്തോളം പൊതുമാപ്പ് ആനുകൂല്യം അനുവദിക്കുകയും ചെയ്തു. ഡിസംബർ അവസാനം വരെ അവസരം ലഭിച്ചിട്ടും അത് വിനിയോഗിക്കാത്തവരുടെ കാര്യത്തിൽ ഇനി യാതൊരു ഇളവും ഉണ്ടാകില്ലെന്നാണ് ദുബായ് എമിഗ്രേഷൻ വിഭാഗം വ്യക്തമാക്കുന്നത്. ദുബൈയിൽ മാത്രം പൊതുമാപ്പിന്റെ പ്രയോജനം ലഭിച്ചത് 1 ലക്ഷത്തിലേറെ പേർക്കാണെന്ന് ദുബായ് എമിഗ്രേഷൻ മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി അറിയിച്ചു. ഇതിൽ 1212 പേർ യുദ്ധം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. പൊതുമാപ്പ് കാലയളവിൽ ദുബൈയിൽ 13,843 പേർ തങ്ങളുടെ വിസ സ്റ്റാറ്റസിൽ മാറ്റം വരുത്തി. 18,530 പേർ വിസ പുതുക്കുകയും 6,288 പേർക്ക് പുതിയ റെസിഡൻസി വിസ ലഭിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ദുബൈയിൽ നിന്ന് പൊതുമാപ്പ് നടപടി പൂർത്തിയാക്കി രാജ്യം വിട്ടവരുടെ എണ്ണം 30,000-നും മുകളിലാണ്. മീഡിയ 1, ദുബൈ. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഖത്തീഫിൽ മലയാളികൾ ഉൾപ്പെടെ 5 പേരെ ജീവനോടെ കുഴിച്ചുമൂടിക്കൊന്ന കേസിലെ ഒരു മലയാളികളുടെ മൃതദേഹം കൂടി മറവ് ചെയ്യുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി വടക്കേവിള അബ്ദുൽ ഖാദർ സലീമിന്റെ മൃതദേഹമാണ് നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസം മറവ് ചെയ്യുക. അബ്ദുൽ ഖാദർ സലീമിന്റെ DNA പരിശോധനാ റിപ്പോർട്ടും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുമാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. തുടർന്ന് മരണ സർട്ടിഫിക്കറ്റ് കൂടി ബന്ധപ്പെട്ട അധികൃതർ നൽകിയതോടെയാണ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുന്നത്.
മൃതദേഹത്തിലെ അവ്യക്തത ദിയാദനം ലഭിക്കുന്നതിന് തടസ്സമാകുമെന്ന് കരുതി ബന്ധുക്കൾ അനുമതിപത്രം നൽകാതിരുന്നതും വൈകാൻ ഇടയാക്കി. വീട്ടുകാർ ഇതിനുള്ള അടക്കാനുള്ള അനുമതി പത്രം തരാനായിട്ട് അവർ വൈമുഖ്യം കാണിച്ചു. അവർക്ക് ദിയാപ്പണം ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനം എംബസി ഇടപെട്ടുകൊണ്ട് അവരെ പറഞ്ഞ് ബോധിപ്പിച്ചു. ആ ഇടയ്ക്കാണ് വിധി വന്ന് 3 പേരെ തലവെട്ടിയപ്പോൾ വീട്ടുകാർ പത്രം തരാൻ സമ്മതിക്കുകയും അങ്ങനെ വന്നതനുസരിച്ചാണ് 3 പേരെ ആൾറെഡി കഴിഞ്ഞ ആഴ്ച അടക്കിയിട്ടുണ്ടായിരുന്നു. ഒരാളിനെ മിക്കവാറും നാളെ അടക്കുമെന്ന് തോന്നുന്നു. അത് എംബസിയിൽ നിന്ന് ആ ഫാമിലി അധികാരം കൊടുത്തിരുന്ന ആൾ വന്നു, അതിൻ്റെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 3 പേരുടേത് നേരത്തെ നടപടികൾ പൂർത്തിയാക്കി മറവ് ചെയ്തിരുന്നു. ബാക്കിയുള്ള ഒരാളെ ഇതുവരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. രേഖകൾ പ്രകാരം തമിഴ്നാട് സ്വദേശിയാണ്. എന്നാൽ മേൽവിലാസ പ്രകാരമുള്ള ആളുടെ ബന്ധുക്കളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമാം. സൗദി അറേബ്യയിൽ ടൂറിസം മേഖലകളെ ബന്ധിപ്പിച്ച് ഹെലികോപ്റ്റർ സർവീസിന് തുടക്കമായി. രാജ്യത്തെ ആഡംബര ടൂറിസത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി. യാത്രാ വിമാനത്തിന്റെ സ്വഭാവത്തിൽ കൂടുതൽ സർവീസുകൾ ഉടൻ ആരംഭിക്കും. രാജ്യത്തെ പ്രധാന നഗരങ്ങളെയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചാണ് സേവനം. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. $151 മില്യൺ പ്രാരംഭ മുതൽ മുടക്ക്. ആഡംബര ടൂറിസത്തിന്റെ സാധ്യത പരിഗണിച്ചും വ്യോമഗതാഗത മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുമാണ് പദ്ധതി. ടൂറിസ്റ്റുകൾക്ക് നഗരങ്ങളിൽ നിന്ന് മറ്റു നഗരങ്ങളിലേക്ക് എളുപ്പം എത്തിച്ചേരുന്നതിനും ഇത് സഹായിക്കും. പുതിയ പദ്ധതിയിലൂടെ രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിന് വേഗത കൂട്ടും. പദ്ധതി സമ്പദ്ഘടനക്കും മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമാം. ആലുവ ആലങ്ങാട് BPCL ഓയിൽ റിഫൈനറിയിൽ വാതക ചോർച്ച തടയാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. ലെവിൻ കെ വിജയൻ വിശദാംശങ്ങളുമായുണ്ട്. ലെവിൻ, എന്താണ് സംഭവിച്ചത്? BPCL നിന്നുള്ള വാതക പൈപ്പിലാണോ ചോർച്ചയുണ്ടായത്? ഷബീർ, ഇന്ന് വൈകിട്ട് 8:30യോടുകൂടിയാണ് ഇപ്പോൾ ഉള്ളത് ആലുവ UC കോളേജിന് സമീപമുള്ള പ്രദേശത്താണ്. ഈ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന വാതക പൈപ്പ് ലൈനുകൾ BPCL കൊച്ചിൻ റിഫൈനറി BPCLന്റെ വാതക പൈപ്പ് ലൈനുകളാണ് ചോർച്ച സംഭവിച്ചതായി നാട്ടുകാർ പറയുന്നത്. വൈകുന്നേരം രാത്രി 8:30യോടുകൂടിയാണ് ഇത്തരത്തിലൊരു ചോർച്ച, വാതകം ചോർന്നത് മൂലമുള്ള സ്മെല്ല് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനെ തുടർന്ന് ഇവർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു വാതക ചോർച്ച ഇവർ കണ്ടെത്തുന്നത്. അതിനെ തുടർന്ന് ഈ സ്ഥലത്ത് BPCL അധികാരികളെ ഇവർ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. അവരുടെ ഭാഗത്തു നിന്നും BPCL കൊച്ചി അമ്പലമുകളിലെ BPCL ഈ വാതകം കടന്നു പോകുന്ന പ്രധാന പൈപ്പ് ലൈനുകൾ ഓഫ് ചെയ്തു എന്നുള്ള അറിയിപ്പ് ഇവർക്ക് ലഭിക്കുകയുണ്ടായി. ഈ സ്ഥലത്ത് പോലീസും ആലങ്ങാട് പഞ്ചായത്ത് അധികാരികളും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ കൂടുതൽ സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധനകൾ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആലങ്ങാട് പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും എത്തിയിട്ടുണ്ട്. പ്രദേശവാസികളായ ആളുകൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് സംഭവത്തെ കുറിച്ച് വിശദീകരിക്കുവാൻ. എപ്പോഴാണ് ഇങ്ങനെ ഒരു ചോർച്ച ഉണ്ടായത്? ഒരു വൈകിട്ട് 8 മണിയോട് കൂടിയാണ് ഇവിടെ ഭയങ്കര ഈ പെട്രോൾ മണ്ണെണ്ണ പോലത്തെ ഒരു വാതകത്തിന്റെ മണം കേട്ടു തുടങ്ങിയത്. അപ്പൊ ഇതിനു മുമ്പ് ഇവിടെ ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു നിഗമനത്തിലാണ് എല്ലാവരും ഇതായിരിക്കുമെന്നുള്ളൊരു ഇതെത്തിയത്. അപ്പൊ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഫയർഫോഴ്സിലേക്ക് ഇവരെ അറിയിച്ച് അവര് സ്ഥലത്തെത്തിയിരുന്നു. അപ്പൊ അവര് പറഞ്ഞ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇതിന്റെ ഉദ്യോഗസ്ഥരെത്തണം എന്നാണ്. ഉദ്യോഗസ്ഥര് വേറെ വഴിയാണ് ഇവിടെ എത്തിയത്. പിന്നെ ഇപ്പൊ അവര് പറഞ്ഞേക്കണത് ഇതിന്റെ വാൽവ് അടച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ മണങ്ങളൊന്നും ഇല്ല, വാൽവ് അടച്ചിട്ടെന്നാണ് അവര് നമുക്ക് പറഞ്ഞേക്കണത്. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ ജനങ്ങൾക്ക്? കുട്ടികൾക്ക് വോമിറ്റിങ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. വീടുകളിൽ ഇപ്പൊ AC യൂസ് ചെയ്യുന്ന വീടുകളിൽ പെട്ടെന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങണ കുട്ടികൾ, അവർക്ക് ഇതുപോലെ ശ്വാസതടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുട്ടികൾ കരയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. BPCLന്റെ അധികാരികൾ ആരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടോ? ഇപ്പൊ ഒരു ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ആളിപ്പോ ചെക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഇതിലുള്ളൊരു പ്രശ്നം നമ്മളവിടെ വന്ന് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത്രയും വലിയൊരു പൈപ്പ് ലൈൻ ഇതിലെ പോയിട്ട് ഈ കഴിഞ്ഞ പ്രളയകാലത്ത് സംഭവിച്ച അതിന്റെ സെൻസർ കാര്യങ്ങളെല്ലാം അടിച്ചു പോയിക്കാണ്. ഇതുവരെയും ഇവര് നന്നാക്കിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. മുൻ വർഷങ്ങളിൽ ഇതുപോലുള്ള സമാന സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഡീസൽ ചോർച്ച വന്നിട്ട് നമ്മുടെ പാടശേഖരങ്ങൾ മുഴുവൻ ഡീസലില് ഫുള്ളായിട്ട് വെള്ളം അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോ വരണ്ട് കിടക്കുകയാണ് പാടവും കാര്യങ്ങളൊക്കെ. ഈ ഡീസലോ പെട്രോളോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഈ പാടശേഖരത്തിൽ വന്നു കഴിഞ്ഞാൽ കൃഷി കാര്യങ്ങൾ നടക്കണം, എന്തെങ്കിലും ഒരു സ്പാർക്ക് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞ് ഇവർക്ക് അറിയാനും സാധിക്കുള്ളത്. അവർക്ക് അറിയാൻ പറ്റുമെന്നുള്ളൊരു സംഭവം എന്നുള്ള അത് വർക്ക് ചെയ്യണമെന്ന് അവർ പറയണേ.
ഇൻഷുറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പൊ പ്രദേശത്തെ അവസ്ഥ എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ? ഇപ്പൊ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം വെച്ചാൽ ഇപ്പൊ വാൽവടിച്ചതോടുകൂടി ഇപ്പൊ 2 മണിക്കൂറായിട്ട് ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. പഞ്ചായത്ത് അധികാരികളൊക്കെ വന്ന് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നാളെ രാവിലെ അവര് എന്താന്ന് വെച്ചാൽ യോഗം കൂടി തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഇതിനെ കുറിച്ച്. ഷബീർ, ഇത്തരത്തിലാണ് കാര്യങ്ങൾ. നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. വൈകിട്ട് 8:30 ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഏതായാലും ജില്ലാ കളക്ടറുടെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനടക്കമുള്ള ആളുകൾ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും അപകട സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാലും ഇത്തരത്തിലൊരു വാൽവ് ചോർച്ച തടയുന്ന തരത്തിൽ BPCLന്റെ അമ്പലമുകളിലെ ഓഫീസിൽ നിന്നുള്ള പ്രധാന വാൽവുകൾ അടക്കം ഓഫ് ചെയ്ത് അത്തരത്തിലുള്ള ഒരു സുരക്ഷാ മുൻകരുതലുകൾ കൂടി ഈ കാര്യത്തിൽ പോലീസും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത്. ശരി ലെവിൻ. തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു. കഴക്കൂട്ടം സ്വദേശി ഉണ്ണിക്കുട്ടനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകയാണെന്നാണ് പ്രാഥമിക വിവരം. തിരുവനന്തപുരത്ത് നിന്നും അസർ ചേരുന്നു വിശദാംശങ്ങളുമായി. അസർ, തിരുവനന്തപുരത്ത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക ഒരാളുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള സംഘടനകൾ ആവർത്തിക്കുകയാണോ? ഷബീർ, തീർച്ചയായും കഴിഞ്ഞ ദിവസമായിരുന്നു കരമനയിൽ ലഹരി സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോവുകയും കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം തിരുവനന്തപുരത്തുണ്ടായത്. തിരുവനന്തപുരത്ത് ഇന്ന് വീണ്ടും ഇന്ന് രാത്രി 7 മണിയോടെയാണ് കഴക്കൂട്ടം സ്വദേശി ഉണ്ണിക്കുട്ടനെ തട്ടിക്കൊണ്ടുപോയത്. കഴക്കൂട്ടം മേനംകുളത്ത് വെച്ചാണ് ഇയാളെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് ബൈക്കിൽ കയറ്റി കൊണ്ടുപോവുകയുമായിരുന്നു. ഇത് സംഭവം കണ്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. ഇതേ തുടർന്ന് കഠിനംകുളം പോലീസ് നടത്തിയ തിരച്ചിലിലാണ് ഉണ്ണിക്കുട്ടനെ മർദ്ദിച്ച് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അവശനായ ഉണ്ണിക്കുട്ടനെ പോലീസ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിച്ചു. എന്നാൽ ഇയാൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നിരവധി കേസുകളിൽ പ്രതിയായ പഞ്ചായത്ത് ഉണ്ണി എന്ന് പറയുന്ന ആളാണ് ഈ ഒരു സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. 1 മാസം മുമ്പാണ് ഈ പഞ്ചായത്ത് ഉണ്ണി ജയിലിൽ നിന്നിറങ്ങിയത്. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ വിലയിരുത്തി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാ സംഘങ്ങൾ, ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമുണ്ടാവുകയും ഒരാളെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഗൗരവതരമായി തന്നെയാണ് പോലീസ് ഈ ഒരു സംഭവത്തെ കാണുന്നത്. ഷബീർ. ശരി അസർ. 1251 തവണ ട്രാഫിക് നിയമം ലംഘിച്ച യുവാവിനെ റാസൽ ഖൈമ പോലീസ് പിടികൂടി. 23 വയസ്സുള്ള ഇമറാത്തി യുവാവിന് 11,58,000 ദിർഹമാണ് പിഴ ശിക്ഷ വിധിച്ചത്. ഏകദേശം 2,17,00,000 രൂപ വരും ഇത്. റാസൽ ഖൈമ പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ തുക ട്രാഫിക് പിഴയായി ചുമത്തുന്നതെന്ന് അധികൃതർ പറഞ്ഞു. സൗദിയിലെ ബുറൈദയിൽ മുസ്ലിം ലീഗിന്റെ 70-ാം വാർഷികാഘോഷം KMCC സംഘടിപ്പിച്ചു. സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ബഷീർ വെള്ളില ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും കുടുംബസംഗമവും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ബുറൈദ ഷാറ അർബൈൻ KMCC ആണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ റഫീഖ് ചമ്ര അധ്യക്ഷനായിരുന്നു. ഷാഫി കരുവാരക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ചരിത്രം വിശദീകരിച്ചു. മുസ്തഫ MC, അലിമോൻ ചെറുകര, മൂസ രണ്ടത്താണി, സക്കീർ പത്തറ, ലത്തീഫ് തച്ചമ്പോയിൽ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്വദേശി ഗായകൻ ഹാഷിം അബ്ബാസിന്റെ മലയാള ഗാനമേളയും നടന്നു. കുടുംബസംഗമത്തിലും കലാപരിപാടികളിലുമായി 100 കണക്കിന് പേരാണ് പങ്കെടുത്തത്. ഷിഹാബ് പൂക്കിപ്പറമ്പ്, മീഡിയ 1, ബുറൈദ. സൗദിയിലെ യാംബുവിൽ പൂക്കളുടെ മഹോത്സവത്തിന് തിരക്കേറുന്നു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് കഴിഞ്ഞ ദിവസം നഗരിയിലെ കാഴ്ചകൾ കാണാനെത്തിയത്. പുഷ്പമേള കാണാൻ നിരവധി മലയാളികളും എത്തുന്നുണ്ട്. അഭൂതപൂർവമായ തിരക്കാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി. പുഷ്പോത്സവ നഗരിയിലെ കാഴ്ച കാണാനെത്തിയത് ഇതുവരെ 10 ലക്ഷത്തിലേറെ പേർ. ഫ്ലവർ ഷോ ഞങ്ങൾക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നി.
കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ വർഷത്തേക്കാളും ഒരുപാട് നല്ല സീക്വൻസുകളും പിന്നെ ഒരുപാട് കുട്ടികൾക്കുള്ള ഗെയിംസും എല്ലാം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നന്നായി ഫീൽ ചെയ്തു. യാംബുവിലെ സംഘടനാ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും മലയാളി സന്ദർശകരെ സ്വീകരിക്കാൻ എത്തി. പൂക്കളുടെ വർണ്ണവിരുന്നും വെടിക്കെട്ടും ഇവിടെയുണ്ട്. പക്ഷികളുടേതടക്കം വിവിധ പ്രദർശനങ്ങളും പുരോഗമിക്കുന്നു. മീഡിയ 1 യാംബു. ഗൾഫ് മാധ്യമം ബഹ്റൈൻ എഡിഷന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ 12 സംഘടിപ്പിക്കുന്ന ഹാർമോണിയസ് കേരളയുടെ പ്രചാരണാർത്ഥം വാക്കത്തോൺ സംഘടിപ്പിച്ചു. വൻ ജനക്കൂട്ടമാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത്. ബഹ്റൈൻ വിമാനത്താവളത്തിനടുത്തുള്ള ദോഹത്ത് അറാദ് പാർക്കിൽ ഗൾഫ് മാധ്യമം ഒരുക്കിയ വാക്കത്തോണിൽ മികച്ച ജനപങ്കാളിത്തമാണുണ്ടായത്. അറാദ് പാർക്കിലെ ട്രാക്കിൽ നിന്ന് ആരംഭിച്ച് 3 കിലോമീറ്ററും 200 മീറ്ററും പൂർത്തിയാക്കിയായിരുന്നു ജനകീയ കൂട്ടനടത്തം. ബഹ്റൈനിലെ മലയാളി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. രാജ്യത്തെ ചെറുതും വലുതുമായ പ്രവാസി കൂട്ടായ്മകളും സംഘടനകളുമെല്ലാം വാക്കത്തോണിന്റെ ഭാഗമായി. പരിപാടി തുടങ്ങുന്നതിന്റെ ഏറെ മുമ്പേ തന്നെ രജിസ്ട്രേഷൻ കൗണ്ടറുകളിൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. കുടുംബസമേതമെത്തിയ പ്രവാസികൾ സെൽഫി കൗണ്ടറുകളിൽ ഫോട്ടോയെടുത്തും വിവിധ ബാനറുകൾക്ക് കീഴിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും പരിപാടിക്ക് ആവേശം പകർന്നു. മാധ്യമം നടത്തുന്ന ഹാർമോണിയസ് കേരളയുടെ ഭാഗമായി വാക്കത്തോൺ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ്. ഉദ്ഘാടന ചടങ്ങിൽ ഗൾഫ് മാധ്യമം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ ജമാലിരിങ്ങൽ ആമുഖഭാഷണം നടത്തി. അവതാരകൻ വിനോദ് ജോൺ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജനും ചേർന്ന് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. പരിപാടി മികച്ച വിജയമാക്കിയ പ്രവാസികൾക്ക് സംഘാടക സമിതി നന്ദി അറിയിച്ചു. മീഡിയ 1 ബഹ്റൈൻ. ഖത്തർ പ്രവാസികൾക്കായി മീഡിയ 1 അണിയിച്ചൊരുക്കുന്ന പ്രവാസോത്സവം 2019 ഏപ്രിൽ 12 അരങ്ങേറും. ഖത്തർ ഇന്ത്യ സാംസ്കാരിക വർഷാചരണത്തിന്റെ ഭാഗമായാണ് ഇത്തവണ പ്രവാസോത്സവം സംഘടിപ്പിക്കുന്നത്. സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ നയിക്കുന്ന മെഗാ മ്യൂസിക് ഷോയിൽ ഇന്ത്യൻ ചലച്ചിത്ര സംഗീതരംഗങ്ങളിലെ 1 ഡസനോളം കലാകാരന്മാർ പങ്കെടുക്കും. ഖത്തറിലെ പ്രവാസ ലക്ഷങ്ങൾക്ക് സംഗീത കലയുടെ വസന്തോത്സവം വാഗ്ദാനം ചെയ്താണ് മീഡിയ 1 പ്രവാസോത്സവം 2019 സംഘടിപ്പിക്കുന്നത്. ഇന്തോ ഖത്തർ സാംസ്കാരിക വർഷാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണ പ്രവാസോത്സവം അണിയിച്ചൊരുക്കുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളിലൂടെ ദേശീയ ചലച്ചിത്ര രംഗത്ത് തന്നെ ശ്രദ്ധേയമായ കാൽവെപ്പ് നടത്തിയ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാനാണ് പ്രവാസോത്സവത്തിലെ മുഖ്യാതിഥി. ഒപ്പം പോയ വർഷത്തെ ചലച്ചിത്ര അവാർഡ് ജേതാവ് വിജയ് യേശുദാസ്, സംഗീത മാന്ത്രികൻ സ്റ്റീഫൻ ദേവസി, ഗായകരായ സിത്താര, നരേഷ് അയ്യർ, ശരണ്യ ശ്രീനിവാസ്, ശ്രേയ, അവതാരകൻ രാജ് കലേഷ് തുടങ്ങി 1 ഡസനോളം കലാകാരന്മാർ വേദിയിലെത്തും. കൂടാതെ വിവിധ ഇന്തോ അറബ് കലാ ആവിഷ്കാരങ്ങളും അരങ്ങേറും. ഖത്തറിലെ ഭരണകലാ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും പ്രവാസോത്സവത്തിൽ പങ്കെടുക്കും. ലുസൈൽ സ്പോർട്സ് അറീനയിൽ വൈകിട്ട് 5:30 പരിപാടി തുടങ്ങും. ദോഹയിൽ നടന്ന ചടങ്ങിൽ മാധ്യമം മീഡിയ 1 എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ റഹീം ഓമശ്ശേരി, മുഖ്യ പ്രായോജകരായ സഫാരി ഗ്രൂപ്പ് ഡയറക്ടർ കം ജനറൽ മാനേജർ സൈനുൽ ആബിദീൻ, ഡയറക്ടർ കം ചീഫ് കോർഡിനേറ്റർ ഷഹീൻ ബക്കർ, അസീം ടെക്നോളജി ഖത്തർ സ്ഥാപക CEO ഷഫീഖ് കബീർ തുടങ്ങിയവർ ചേർന്ന് പരിപാടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. 1985 മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പങ്കെടുപ്പിച്ച് ദോഹയിൽ നടത്തിയ പരിപാടിയുടെ മുഖ്യ പ്രായോജകരാകാൻ സാധിച്ച സഫാരി ഗ്രൂപ്പിന് 2019 മകൻ ദുൽഖറിന്റെ പരിപാടിയും സ്പോൺസർ ചെയ്യാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ശ്രീ സൈനുൽ ആബിദീൻ പറഞ്ഞു. പ്രവാസോത്സവം പോലെയുള്ള മെഗാ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഷഫീഖ് കബീറും പറഞ്ഞു. ഈവന്റ് മാനേജ്മെന്റ് പാർട്ണർ 1FM റേഡിയോ CEO നവീദ് അബ്ദുള്ള, മീഡിയ 1 അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ സിദ്ദീഖ് പുറായിൽ, സാജിദ്, സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഇക്ബാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. മീഡിയ 1 ദോഹ. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ദമാം പ്രവാസി സാംസ്കാരിക വേദി വനിതാ വിഭാഗം പരിപാടി സംഘടിപ്പിച്ചു. പ്രവിശ്യയിലെ വനിതകളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചോദനം നൽകുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. നിപുണ എക്സ്പോ 2019 എന്ന പേരിലാണ് പരിപാടി. സ്ത്രീ കൂട്ടായ്മയിൽ നടന്നുവരുന്ന സംരംഭങ്ങളെയും കഴിവുകളെയും പരിപാടിയിൽ സന്ദർശകർക്ക് പരിചയപ്പെടുത്തി. കല, കരകൗശലം, ഫാഷൻ ഡിസൈനിംഗ്, മട്ടുപ്പാവ് കൃഷി തുടങ്ങിയവ പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തക മഞ്ജു മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. നാരിശക്തി പുരസ്കാരനർഹയായ മഞ്ജുവിനെ പരിപാടിയിൽ ആദരിച്ചു. സുനില സലീം വനിതാ ദിന സന്ദേശം നൽകി. വിവിധ വനിതാ സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചു. അനീസ മെഹബൂബ്, ഫാനിഷ ഹാരിസ്, ഷബ്ന സലീം ബാബു, ഷോബി ഷാജു, ബുഷ്ര ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. ലുലു ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ലുലു എക്സ്പ്രസ് ഫ്രഷ് മാർക്കറ്റിന്റെ ആദ്യ ശാഖ കുവൈത്തിലെ ഖൈത്താനിൽ പ്രവർത്തനം ആരംഭിച്ചു. ഖൈത്താൻ അൽ ഷാർഖിയ വാണിജ്യ കോംപ്ലക്സിൽ ആരംഭിച്ച ഫ്രഷ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം
ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫ് അലിയും മറിയം ഇസ്മായിൽ ജുമാൽ അൻസാരിയും ചേർന്ന് നിർവഹിച്ചു. 25,000 ചതുരശ്ര അടിയിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ളതാണ് കൈത്താൻ ലുലു എക്സ്പ്രസ് സ്റ്റോർ. ഭക്ഷ്യവസ്തുക്കൾ, പഴം, പച്ചക്കറി, മാംസ്യം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ആകർഷകമായ വിലയിൽ ലഭ്യമാകും. ഉപഭോക്താക്കൾക്ക് പർച്ചേസിംഗ് എളുപ്പമാക്കുന്ന രീതിയിലാണ് ഫ്രഷ് മാർക്കറ്റിന്റെ ക്രമീകരണം. ലുലുവിന്റെ കുവൈത്തിലെ 8ാമത് ഷോറൂമാണ് ഞായറാഴ്ച പ്രവർത്തനമാരംഭിച്ചത്. ഉപഭോക്താക്കൾക്ക് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം തൊട്ടടുത്ത് ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇതിന്റെ ഭാഗമായാണ് പുതിയ കൺസെപ്റ്റ് സ്റ്റോർ തുറന്നതെന്നും ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. കുവൈത്തി സമൂഹത്തിൽ നിന്നും വിദേശികളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പ്രചോദനം നൽകുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശി മാളിയേക്കൽ മമ്മദിന്റെ ഭാര്യ പാത്തുമ്മ മദീനയിൽ അന്തരിച്ചു. സ്വകാര്യ ഗ്രൂപ്പിൽ ഉംറ നിർവഹിക്കാനെത്തിയതായിരുന്നു. മദീനയിലെ അൽദാർ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 20 ദിവസമായി അഡ്മിറ്റായിരുന്നു. നിയമ നടപടികൾക്ക് ശേഷം മയ്യത്ത് മദീനയിൽ ഖബറടക്കും. അബുദാബിയിൽ തുടരുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസിന്റെ 3ാം ദിനത്തിൽ ഇന്ത്യക്ക് വൻ മുന്നേറ്റം. മെഡൽ പട്ടികയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും പിന്നാലെ മികച്ച കുതിപ്പിലാണ് ഇന്ത്യൻ താരങ്ങൾ. ഇന്ത്യക്ക് കൂടുതൽ പ്രതീക്ഷയുള്ള മത്സര ഇനങ്ങളാണ് വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നത്. UAE മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ വന്നു ചേർന്നത് ഇന്ത്യയിൽ നിന്ന്. 190 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ മാറ്റുരയ്ക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിലെ മിക്കവാറും ഇനങ്ങളിൽ ഇന്ത്യൻ സാന്നിധ്യവും പ്രകടമാണ്. ഭാരോദ്വഹനത്തിൽ ഇന്ത്യ ഇന്നും മികച്ച നേട്ടം തന്നെയാണ് കൈവരിച്ചത്. കർണാടക, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനിതാ താരങ്ങൾ പ്രധാന മെഡലുകൾ സ്വന്തമാക്കി. മെഡലുകളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സംഭാവന അതോടെ 100-നും മുകളിലായി. അബുദാബി എക്സിബിഷൻ സെന്ററിലെ 8ാം വേദിയിൽ നടന്ന വോളിബോൾ മത്സരം ഏറെ ആവേശകരമായിരുന്നു. ഇന്ത്യൻ പെൺകുട്ടികളുടെ സംഘം നേരിട്ടത് UAE പുരുഷ ടീമിനെയാണ്. ഇരു ടീമുകൾക്കും പിന്തുണ അർപ്പിക്കാൻ ഗാലറിയും സജീവമായി. അടുത്ത ദിവസങ്ങൾ നിർണായകമാണ്. കൂടുതൽ കരുത്തുറ്റ പ്രകടനം പുറത്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്പെഷ്യൽ ഒളിമ്പിക്സിനെത്തിയ ഇന്ത്യൻ പ്രതിഭകൾ. എണ്ണത്തിൽ മാത്രമല്ല മികവിലും മികച്ച പ്രകടനമാണ് ഇന്ത്യയിൽ നിന്നെത്തിയ കായിക താരങ്ങൾ പുറത്തെടുക്കുന്നത്. ക്യാമറ പേഴ്സൺ ഷാജാനോടൊപ്പം MC നാസർ, മീഡിയ 1 അബുദാബി. കളി കാണാൻ മാത്രമല്ല കളിക്കാനും സ്പെഷ്യൽ ഒളിമ്പിക്സിൽ കാണികൾക്ക് ഒട്ടേറെ അവസരങ്ങളുണ്ട്. മുഖ്യവേദിയായ അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് രസകരമായ നിരവധി ഗെയിംസുകളിലേക്ക് കുട്ടികളും കുടുംബാംഗങ്ങളും ആകർഷിക്കപ്പെടുന്നത്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനി, അബുദാബി ഊർജ്ജ വകുപ്പ്, വിവിധ സ്വകാര്യ കമ്പനികൾ എന്നിവയാണ് വെർച്വൽ റിയാലിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാണികളെ വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഫൺ ഫുട്ബോളാണ് ഇതിൽ ആകർഷകമായ ഒരിനം. ഊർജ്ജ വകുപ്പിന്റെയും അഡ്നോക്കിന്റെയും സ്റ്റാളുകളുടെ ഗെയിംസുകൾ ബോധവൽക്കരണം കൂടി ലക്ഷ്യമിട്ടുള്ളവയാണ്. വെർച്വൽ ഗോൾഫ്, ടേബിൾ ടെന്നീസ്, കുട്ടികളുടെ ഫുട്ബോൾ കോർട്ട് എന്നിവയാണ് അഡ്നോക്ക് സംവിധാനിച്ചിരിക്കുന്നത്. സൈക്കിൾ ചവിട്ടി വിവിധ ഉപകരണങ്ങൾ എത്ര സമയം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമെന്നളക്കാവുന്ന സംവിധാനവും ഊർജ്ജ വകുപ്പ് സ്റ്റാളിലുണ്ട്. മറ്റൊരു സ്റ്റാളിലെ വെർച്വൽ ബൗളിംഗിലൂടെ സ്റ്റംപ് തെറിപ്പിക്കാനെത്തുന്നത് നിരവധി പേരാണ്. മീഡിയ 1 അബുദാബി. ജിദ്ദയിൽ ബ്ലാസ്റ്റേഴ്സ് FC സംഘടിപ്പിക്കുന്ന 2ാമത് സോക്കർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 22-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഖാലിദ് ബിൻ വലീദ് ഹിലാൽ ഷ്യാം സ്റ്റേഡിയത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരമായിരിക്കും മത്സരങ്ങൾ. സൂപ്പർ ലീഗ്, B ഡിവിഷൻ, അണ്ടർ 17 എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ ജിദ്ദയിലെ പ്രധാന ക്ലബ്ബുകൾ പങ്കെടുക്കും. ടൂർണമെന്റ് 6 ആഴ്ചകൾ നീണ്ടു നിൽക്കും. ബേബി നീലാംബ്ര, റിയാസ് മഞ്ചേരി, ഡോക്ടർ അഷ്റഫ്, ഹനീഫ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബഹ്റൈനിലെ പ്രമുഖ റീറ്റെയിൽ വ്യാപാര ശൃംഖലയായ ഐഡിയ മാർട്ടിന്റെ 7ാമത്തെ സൂപ്പർ മാർക്കറ്റ് റിഫയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ഐഡിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 7ാമത് സംരംഭമായ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഈസ്റ്റ് റഫ സൂക്കിൽ പാർലമെന്റ് അംഗം മുഹമ്മദ് ഇബ്രാഹിം അലി അൽ ബുഐനയാണ് നിർവഹിച്ചത്. ഐഡിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർമാരായ അഷ്റഫ് MRP, മുഹമ്മദ് റഫീഖ്, റിയാസ്, സ്പോൺസർമാരായ അബ്ദുൽ അസീസ് ഖലീഫ, മുഹമ്മദ് ഹമദ് അൽ മുഐസിഹ്, ആദിൽ അബ്ദുള്ള, ജനറൽ മാനേജർ അബ്ദുൽ മജീദ് KP, ഓപ്പറേഷൻസ് മാനേജർ അബ്ദുറഹ്മാൻ മാട്ടൂൽ എന്നിവർ സന്നിഹിതരായിരുന്നു. എല്ലാവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും വിവിധ ബ്രാൻഡുകളിലുള്ള ഇലക്ട്രോണിക്സ്, മൊബൈൽ, ഫുട്വെയർ, റെഡിമെയ്ഡ്, ഫാൻസി, കോസ്മെറ്റിക്സ് എന്നിവയുടെയും വിപുലമായ ശേഖരമാണ് പുതിയ ശാഖയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ജനറൽ മാനേജർ അബ്ദുൽ മജീദ് പറഞ്ഞു. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഐഡിയ മാർട്ട് ഗ്രൂപ്പിന് ഇത്രയേറെ സംരംഭങ്ങൾ തുടങ്ങാൻ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഈ പ്രൈസ് കൊണ്ടും അതുപോലെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന
ഈ സർവീസ് കൊണ്ടും മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വർഷം സൽമാനിയ, അസ്കർ, മുഹറക്ക് എന്നിവിടങ്ങളിലായി 3 ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ആരംഭിക്കാൻ പദ്ധതിയുള്ളതായും ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ഉറപ്പുവരുത്തുന്നതായും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. മീഡിയ 1, ബഹ്റൈൻ.